നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു സിവിലിയന് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് നൽകാനുള്ള അധികാരം ജില്ലാ കളക്ടർ എന്ന നിലയിൽ എനിക്കാണ് താനും. പക്ഷേ അതിനു മുമ്പ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ലൈസൻസ് നൽകുന്നതിനു മുമ്പ് അത് നൽകപ്പെടുന്ന വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലവും സാമൂഹ്യ സാഹചര്യവും മനസ്സിലാക്കാൻ ഒരു പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഫയൽ പോലീസ് വെരിഫിക്കേഷന് വേണ്ടി അയക്കുകയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം അത് അനുകൂലമാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഉറപ്പായിട്ടും തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസ് കിട്ടും. താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. വെൽക്കം. എന്നാലും ഇതിങ്ങനൊരു വള്ളിക്കെട്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും നീ ആദ്യമായിട്ട് ഗർഭിണിയാക്കുന്ന പെണ്ണ് ഇതാന്ന്. ഓടാ, അതുപോലെയാണോ ഇത്? അതൊക്കെ ഞാൻ തന്ത്രത്തിൽ അബോർഷൻ നടത്തി കാശ് കൊടുത്ത് ഒഴിവാക്കി വിട്ട കേസല്ലേ? എന്നാ ഇത് ഡീൽ ചെയ്യാൻ നീ വേറെ വഴി കണ്ടെത്തേണ്ടി വരും മോനെ. എടാ, ഇത് കാശ് കൊടുത്താൽ ഒതുങ്ങുന്ന കേസല്ല. എന്ന് മാത്രമല്ല, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. എടാ, അവള് സുമിതയുടെ അനിയത്തിയാ. അതൊരു വലിയ കാര്യം തന്നെയല്ലടാ. ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ലോകമഹായുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടി വരത്തില്ല മോനെ നിതീഷേ. സുമിത ഇതറിഞ്ഞ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടാ, ഈ പൊട്ടുന്ന സാധനങ്ങളുടെയൊക്കെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാൻഡിൽ വിത്ത് കെയർ. അല്ല, അവളിപ്പോ എന്നാ നിന്നോട് പറയുന്നത്? ഗർഭം പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഞാൻ അവളെ കെട്ടണമെന്ന്. അത് കലക്കി. കെട്ടിലമ്മയുടെ പൂതി കൊള്ളാലോ. ചേച്ചിയെ പോലെ ഉയരത്ത് തറവാട്ടി വന്ന് മഹാറാണിയായിട്ട് വാഴാന്നായിരിക്കും വിചാരം. നിന്റെ അമ്മ ഇതൊന്നും അറിയണ്ട. അബോർഷൻ അല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. അവളാണെങ്കിൽ അതിനെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പിന്നെ എന്നാ ചെയ്യാനാടാ? ഇതേ പൊതിഞ്ഞു കേട്ട് ലോക്കറിൽ ഒളിച്ചു വെക്കാൻ പറ്റിയ സാധനമൊന്നുമല്ല. മാസം ഒന്ന് കഴിയുമ്പം ഇങ്ങനെ വരും. വെറുതെ എന്നെ കൂടുതൽ ടെൻഷൻ ആക്കലേ ഞങ്ങളെ. എടാ, ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞെന്നേ ഉള്ളൂ. അവളെ പിണക്കാതെ പറഞ്ഞനുനയിപ്പിച്ച് ഒരു അബോർഷൻ നടത്തുകയല്ലാതെ വേറെ വഴിയില്ല മോനെ. ഓ, അവക്ക് നിന്നോട് അസ്ഥി പിടിച്ച പ്രേമമാണെന്നല്ലേ പറഞ്ഞത്? ആ വഴിക്കൊന്ന് ശ്രമിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവര് പോയോ? ഇവിടെ വൈദ്യസഹായത്തിന് വന്നവര് പോയോന്ന്? നാട്ടിലിത് വേണ്ടുവോളം കിട്ടുന്നുണ്ടായിരുന്നല്ലോ. മോളെ, ഇതിനൊരു പരിഹാരം വേണ്ടേ? ജീവിത അവസാനം വരെ കാഴ്ചയില്ലാതെ കഴിച്ചു കൂട്ടാന്നാണോ നീ വിചാരിക്കുന്നത്? വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ. കാഴ്ചയില്ലാത്ത എത്ര പേര് ജീവിക്കുന്നുണ്ട്. അമ്മ വാ. മോളെ, നമുക്ക് പോവാം അമ്മ. ആ, പോവാം പോവാം. അതെ, നിങ്ങളോട് രാജമ്മ നിക്കാൻ പറഞ്ഞു. എന്തിനാ അമ്മേ? മോളെ, നിന്റെ വാശി കളയെ. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നമ്മള്. വാടാ, വാ, നടക്ക്.
മുത്തപ്പന്റെ കരുണയല്ല ഇവിടുത്തെ ചികിത്സയും സുഖം പ്രാപിക്കലും ഒക്കെ. മുത്തപ്പൻ ഒരു ലക്ഷണം കാണിച്ചില്ലെങ്കിൽ ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ലെന്ന അനുഭവം. നിങ്ങളുടെ കാര്യത്തിൽ മുത്തപ്പൻ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയെ ഇവിടെ ചികിത്സയ്ക്ക് എടുക്കാം. അയ്യോ, കുട്ടി സുഖം പ്രാപിക്കുന്നതുവരെ ഇവിടെ തന്നെ താമസിക്കണം. അതിപ്പോ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇനിയൊരു സംസാരമില്ലാതെ മടങ്ങാം. തടസ്സമില്ല രാജ്യമേ. പുറത്തു നിന്ന് ആഹാര സാധനങ്ങളൊന്നും പാടില്ല. ഭക്ഷണം, ഉറക്കം തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഇവിടുത്തേതായ രീതികളിലായിരിക്കും. അതെല്ലാം പറയുന്നത് പോലെ പാലിക്കണം. എന്താ, സമ്മതമാണോ? സമ്മതം രാജ്യമേ. ഒരു വൈദ്യമുറി കൂടി ഒരുക്കാൻ സമയം വേണം. നിങ്ങൾ പോയിട്ട് നാളെ വന്നാ മതി. ശരി. പവിഴം വാ. മോളെ, സമാധാനമായില്ലേ ശാരദാമ്മേ? എന്നാ വാ, നമുക്ക് പോകാം. സാറേ. എന്താ ശാരദാമ്മേ? അല്ല, വേറൊരാളെ കൂടെ ഇവിടെ ചികിത്സിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ അയാള് കാരണമാ ഷാരിയെ രാജ്യമ്മ ചികിത്സക്കെടുത്തത്. അയാളുടെ കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടായത് കൊണ്ടാണല്ലോ രാജ്യമ്മയ്ക്ക് നല്ല ശകുനം തോന്നിയത്. അതെ. അയാളെ കണ്ടൊരു നന്ദി വാക്ക് പറയേണ്ടത് ആവശ്യമല്ലേ? നാളെ മുതലേ കുറച്ചു നാളത്തേക്ക് ഇവിടെ തന്നെയല്ലേ ശാരദാമ്മ താമസം? സൗകര്യമായിട്ട് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യാലോ. ശരി മോളെ, പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൂക്കിയെടുത്ത് ബാറിന് പുറത്ത് കൊണ്ടുപോയിട്ടിട്ട് പോകാൻ പറ്റുമോ ഞങ്ങൾക്ക്? ബോധം കെട്ട് റോഡിലോ ഗട്ടറിലോ കിടന്ന പോലീസിന്റെ വിളി വരും. ഏതോ കോളേജിലെ ലെക്ചറാണത്രേ. കുടിച്ച് ബോധം മറിഞ്ഞാ പിന്നെ ബാറിന്റെ പേര് മാത്രമേ ഓർമ്മ കാണുള്ളൂ. എവിടെയാ താമസിക്കുന്നതെന്ന് പോലും അറിയില്ല. പിന്നെ പാതിരാത്രി റൂം എടുത്ത് താമസിപ്പിക്കേണ്ടത് ഞങ്ങളും. പിറ്റേ ദിവസം റൂം റെന്റ് ചോദിച്ചാലോ ചാടിക്കടിക്കാൻ വരും. തന്നോടാരാ എന്നെ റൂം എടുത്ത് താമസിപ്പിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട്. കുടിക്കാൻ മാത്രം ആവശ്യത്തിന് കാശുണ്ട്. അതാ മുതലാളി പറഞ്ഞത് ഒരു പരിധി കൂടുതൽ കൊടുക്കണ്ടെന്ന്. ദേ, ഈ നേരത്തിനുള്ളിൽ ഒരു കുപ്പി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ വേറെ വാരിപ്പോട്ട് സാറേ, ഞങ്ങൾക്ക് ഇനി ഇത് ചുമക്കാൻ വയ്യ. പിന്നെ ഇവന്റെ മുതലാളി കൂടെ അല്ലേ ഞാൻ അവിടുന്ന് കുടിക്കാൻ തീരുമാനിക്കുന്നത്? ആ അതെ സാറേ. സാറോട് ഈ സാറിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇവിടെ ഇയാൾ എന്തിനാണ് ഇയാൾക്ക് മാപ്പൊക്കെ ചോദിക്കുന്നത്? രാജീവ് സാറും സമാധാനിക്ക്. നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ പറയുന്ന നിൽക്ക് സാറേ. ക്ഷോഭിക്കരുത്. ഈ മദ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ ഉള്ളിലെ കുരങ്ങനെ പുറത്തു കൊണ്ടിരുന്ന ഒരു പാനീയ. അത് കുടിക്കുന്നവര് പല രീതിയിൽ പെരുമാറിന്നിരിക്കും. ഇത് കണ്ടില്ലേ? തൽക്കാലം ഈ ഭാരം ഞാൻ ചുമന്നാണോ? ചേട്ടൻ പോയിട്ട് 2 പെഗ് എടുത്തോണ്ട് വാ. അല്ല സാറേ. ചെല്ലേട്ടാ. 2 പെഗ് എടുത്ത് കൊടുക്കും. ഒടുവിലെ താനും ഇവിടെ എത്തിയല്ലേ? എടോ, ഞാൻ പറഞ്ഞില്ലേടോ, ശാരദാമ്മയുടെ മക്കളെ കെട്ടുന്ന എല്ലാവരുടെയും വിധി ഇതാ. ഞാനും താനും ഇവിടെ എത്തി. ഇനി 3ാമതൊരു ഹതഭാഗ്യന് കൂടെ ഉണ്ട്.
അതാരാണാവോ ദൈവമേ? അയ്യോ ഫു. എടോ, ചാവാൻ പല വഴികളും ഉണ്ട്. കെട്ടിത്തൂങ്ങാം, കൈഞ്ഞരമ്പ് മുറിക്കാം, വെള്ളത്തിൽ ചാടാം, സ്വയം തീ വെക്കാം, വിഷം കുടിക്കാം. അങ്ങനെ പല പല വഴികളും ഉണ്ട്. പക്ഷെ ഇതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നമ്മൾ ആഘോഷത്തോടും അങ്ങോട്ട് തീർക്കായ, മനസ്സിലായ? പിടിയടോ. ആ, വെള്ളം വെള്ളം വേണം. ചിയേഴ്സ് പറയുന്നില്ലേ? ആ ആ ചിയേഴ്സ്. സങ്കടങ്ങളും ദുഃഖങ്ങളും ആഘോഷിക്കണമെന്ന് സാറ് പറഞ്ഞോണ്ടാ ചിയേഴ്സ് പറയണമെന്ന് ഞാൻ നിർബന്ധിച്ചത്. ആഘോഷിക്കാനൊരു കാരണമുണ്ട്. ശാരിക കീടനാശിനി എടുത്ത് കുടിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ സ്നേഹയുടെ സ്ഥാനത്തെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ എന്നെ കാണുന്നത് വേറെ ഏതോ കണ്ണിലൂടെ. ഒരു ഏട്ടനെ പോലെ കണ്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് എനിക്കിഷ്ടം. വയ്യാതിരുന്നോണ്ടൊന്നും ചെയ്യണ്ട, അതവിടെ വച്ചേക്ക്, ഞാൻ ചെയ്തോളാം. സാരമില്ല. ഇങ്ങനെ ഇടയ്ക്കിടെ വരുന്ന വയറുവേദന അധികം വച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ഉടനെ ഡോക്ടറെ കാണിക്കണം. എപ്പോഴും ഇല്ല അമ്പിളിയേച്ചി, വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. അത് തന്നെയാ പറഞ്ഞത്, കാണിക്കണമെന്ന്. ആരെ കാണിക്കുന്ന കാര്യം അമ്പിളി പറയുന്നേ? അല്ല മാഡം, അർച്ചനയ്ക്ക് ഇടയ്ക്കിടെ വയറുവേദന വരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതാ വേഗം ഡോക്ടറെ കാണിക്കാൻ. കൊള്ളാം. ഇതൊക്കെ നീ ആരോടും പറയാതെ കൊണ്ടുകിടക്കാണോ? എടുത്തേ, അത്ര വലിയ വേദനയൊന്നുമില്ല, അതുകൊണ്ടാ പറയാതിരുന്നേ. വേദന വലുതോ ചെറുതോ എന്നുള്ളതല്ല കാര്യം. ഇപ്പോഴത്തെ ചെറിയ വേദനയാ നാളെ വലിയ വേദനയായോ ചിലപ്പോ കോംപ്ലിക്കേറ്റഡ് ആയോ മാറുന്നത്. മര്യാദയ്ക്ക് നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കില്ല മാഡം, അതാവും കാരണം. അതും പ്രശ്നമല്ലേ? കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെള്ളമെങ്കിലും കുടിക്കണമെന്ന് ഡോക്ടർമാര് പറയുന്നത്. ഇല്ലെങ്കിലേ വയറ്റിൽ അൾസർ ഉണ്ടാവും. ആർക്കാ ചേച്ചി പൾസർ? അർച്ചനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുന്നെന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതാ. ചേച്ചി കൊണ്ടുപോയി ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചു നോക്ക്. കൊച്ചുകുട്ടിയൊന്നല്ലല്ലോ എടുത്തോണ്ട് പോവാൻ, വിളിച്ചാ വരണ്ടേ? എടുത്തേ, നമുക്ക് നോക്കാം, ഇനി ഉണ്ടാവുകയാണെങ്കിൽ പോയ പോരെ. പോരെ ഏട്ടത്തി, ഇത്തരം കാര്യങ്ങളൊന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ നല്ലതാ. വേഗം റെഡിയായി പോവാൻ നോക്ക്. മോളെ അർച്ചന, നിനക്ക് എന്തെങ്കിലും ആയാ ഇവിടെ എല്ലാരും കൂടെ എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് മാത്രമല്ല, നിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി കൂടുതൽ കരുതലുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. നീ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഞാൻ കരുതുന്നേ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടോണ്ട് വന്നോണ്ടാ നിനക്ക് വയറുവേദന ഉണ്ടെന്ന് തന്നെ ഞാൻ അറിഞ്ഞത്. എടുത്തേ, ഞാനത് പറയണമെന്ന് കരുതിയതാ. പിന്നെ നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വരാം. ആ, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. എനിക്ക് പരിചയമുള്ള നല്ലൊരു ഡോക്ടറുണ്ട്, അവരെ കാണിക്കാം. അതല്ലേ നല്ലത്? എന്നാ വേഗം പോയി റെഡി ആയിട്ട് വാ. ചെല്ല്.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭഗവാനെ, അങ്ങയോട് ഒരുപാട് നന്ദിയുണ്ട്. മഹിയേട്ടൻ പണ്ട് പറഞ്ഞതുപോലെ ഞാൻ എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ നീണ്ട കാത്തിരിപ്പിന് ഇനി വയ്യ ശ്രീ മഹേശ്വര. മഹിയേട്ടനെ ഒന്ന് കാണാൻ ഞാൻ എത്ര കൊതിക്കുന്നുണ്ടെന്നറിയോ? ശ്രീ മഹേശ്വര, എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. മഹിയേട്ടനെ ഒന്ന് വേഗം ഇവിടെ എത്തിക്കണേ. ഇവനൊക്കെ പോയാ എവിടെ വരെ പോവാനാ? ഓടിപ്പോയാ ജയിൽ വരെ. സ്വന്തം ഭാര്യയെ കൊന്നിട്ട് സ്വതന്ത്രമായിട്ട് നടക്കല്ലേ? നീയൊക്കെ കാത്തിരുന്ന വിധിയാണതെന്ന് എനിക്കറിയാവടാ. ഞാൻ ജയിലിലായാൽ നിനക്ക് ബിസിനസ്സിലെ പ്രധാന എതിരാളി ഇല്ലാതാവും അല്ലേ? ഇതൊന്നും കേട്ട് ഈ മഹി തളർന്നു പോലടാ. പോടാ. ഒരുത്തിയെ നൈസായിട്ട് തട്ടിക്കളഞ്ഞിട്ട് ഞെളിഞ്ഞ് നടക്കാന്ന് കരുതണ്ടാ. നീ അകത്താവും. സത്യം പുറത്തു വരുമല്ലോ, അന്ന് കാണാം. അതേടാ, സത്യം പുറത്തു വരും. അന്ന് ഞാൻ ഈ വഴി തന്നെ വരും. നമുക്ക് അപ്പോഴും ഇതുപോലെ തന്നെ കാണാം. കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീകുട്ടിയല്ലേ അവളെ മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത്? അതെ, പക്ഷേ അവൻ അമ്മുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തിനാ? ദിനേശനും കൂട്ടു നിൽക്കുന്നുണ്ട്. ആ പെൻഡ്രൈവിൽ ഉണ്ടായിരുന്നത് സഞ്ജുവിന്റെ അമ്മുവിന്റെയും വിവാഹ വീഡിയോ ആണെങ്കിലോ? എങ്കിൽ ദിനേശനുമായി ചേർന്ന് സഞ്ജു നടത്തിയ ഒത്തുകളിയല്ലേ അത്? കവിതേ, ഇത് വളരെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. സഞ്ജയ് എന്ന പേര് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എത്രയോ ചെറുപ്പക്കാർക്ക് അങ്ങനെ പേരുണ്ടാവാം. അത് സഞ്ജു ആണെന്നതിന് ഒരു ഉറപ്പുമില്ല. എന്തെങ്കിലും കേട്ടെന്ന് വെച്ച് നമ്മൾ ചാടി പുറപ്പെടുന്നതിന് മുൻപ് വരാൻ പോകുന്ന ഭവിഷ്യത്തു കൂടി ഒന്ന് ആലോചിക്കണം. അതെനിക്ക് നന്നായിട്ടറിയാം. ഉദ്ദേശിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പെങ്കിൽ സഞ്ജുവിന് എന്നിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാവും. പിന്നെ അവൻ കമ്പനിയിൽ പോലും അടുപ്പിക്കില്ല. എനിക്ക് മംഗലശ്ശേരി വിട്ട് പോവേണ്ടിയും വരും.
ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം വെറുതെയുമാവും. എന്തായാലും സംശയം ഈ കാലം അത്രയും പണിയെടുത്തത് വെറുതെ ആവില്ലേ? പക്ഷേ അമ്മുന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു തന്നെയാ ഗൗതം. അവൻ തന്നെയാ അവളുടെ ഭർത്താവ്. അവൻ ശ്രീദേവിക്കൊപ്പം പെരുവണ്ണാപുരത്തേക്ക് പോയിട്ടുണ്ട്. വെറുതെ ഒന്നുമല്ല ആ പെണ്ണ് കൃത്യമായി മംഗലശ്ശേരി തന്നെ എത്തിയത്. അതിന് പിന്നിൽ പാവം ശ്രീകുട്ടി അറിയാത്ത പല അന്തർനാടകങ്ങളും ഉണ്ട്. അവളുടെ ബന്ധുക്കൾ മംഗലശ്ശേരിയിലെത്തിയപ്പോ സഞ്ജുവിനോട് കാണിച്ച അടുപ്പം എന്റെ സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാ. വളരെ പരിചയമുള്ളതുപോലെയാ അവരന്ന് അവനോട് പെരുമാറിയത്. അന്ന് തന്നെ എനിക്കതില് അസ്വാഭാവികത തോന്നിയതാ. സഞ്ജു ശ്രീകുട്ടിയെ ചതിച്ചുകൊണ്ടിരിക്കുക. അമ്മുന്റെ അല്ലല്ല, ലക്ഷ്മിയുടെ ഭർത്താവായ സഞ്ജയ് അവൻ തന്നെയാ. അല്ലെങ്കിൽ എന്തിന് ശ്രീകുട്ടിയിൽ നിന്ന് ആ ഡിക്റ്റേറ്റീവിനെ അകറ്റി നിർത്താൻ സഞ്ജു ശ്രമിക്കണം? അല്ലെങ്കിൽ അയാൾ കയറി വരുമ്പോഴെല്ലാം എന്തിനാ അവൻ ഭയക്കണം? അയാളെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി രഹസ്യമായി എന്തിനു സംസാരിക്കണം? ചോദ്യങ്ങൾ ഒരുപാടാ, ഉത്തരം ഒന്ന് മാത്രം. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ എവിഡൻസ് വേണ്ടേ? തെളിവായി എന്തെങ്കിലും ഒന്ന് കൈ കിട്ടാതെ എനിക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഗൗതം, അമ്മുവിന്റെ ഭർത്താവ് സഞ്ജു ആണെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത കൊടുങ്കാറ്റാകും ഈ കവിത. സർവ്വതും തകർത്തെറിയുന്ന കൊടുങ്കാറ്റ്. എറിഞ്ഞു പൊട്ടിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്, അത് വച്ച് എല്ലാം കൈക്കലാക്കാനാ. മംഗലശ്ശേരിയിലെ മുഴുവൻ സമ്പാദ്യവും കമ്പനിയും സഞ്ജുവിന് കവിതയ്ക്ക് മുന്നിൽ അടിയറവ് വെക്കേണ്ടി വരും. അവനെ ഞാൻ അവിടെ കൊണ്ടെത്തിക്കും. ഞാൻ കാത്തിരുന്ന ആ നിമിഷം അടുത്തു വരിക. ഗൗതമനും മംഗലശ്ശേരിയിലേക്ക് കയറി വരാനുള്ള സമയം അടുത്തു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറെ നാളുകൾക്ക് ശേഷം പുറത്തു പോയതല്ലേ, അതിന്റെ സന്തോഷം മോളുടെ മുഖത്തുണ്ട്. നന്നായി എൻജോയ് ചെയ്തു മുത്തശ്ശി. ഇനി ഇതിലിരുന്ന് ജീവിക്കാന്ന വിശ്വാസമൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അതിനൊക്കെ മാറ്റം വരും മോളെ. എന്റെ കുട്ടിയെ നടന്നു കണ്ടിട്ടേ ഞാൻ കണ്ണടയ്ക്കൂ. എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു കാലത്തും എന്റെ ആത്മാവിന് മോക്ഷം കിട്ടില്ല. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ? ദേ, ഞാൻ ഹാപ്പിയാ. ഞാൻ ഹാപ്പിയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തിനു സങ്കടപ്പെടുന്നു? നമുക്ക് സന്തോഷത്തോടെ തന്നെ ജീവിച്ചു പോവാം. സഞ്ജുവിന്റെ ജീവിതത്തിലും സന്തോഷം വേണം. എനിക്ക് ചില പ്ലാനൊക്കെ ഉണ്ട്. സമയമാകുമ്പോ ഞാൻ പറയാം. എന്ത് പ്ലാൻ? അതൊക്കെ പറയാം, സമയാവട്ടെ. ചേച്ചി മനസ്സിൽ വെച്ച് പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. അമ്മു, റൂമിലേക്ക് പോവാം. ശ്രീകുട്ടി പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയണം. അതെന്റെ ലക്ഷ്യങ്ങൾക്ക് തിരിച്ചടിയാവാൻ പാടില്ല.
നീ ഒന്ന് നിന്നേ. എന്താ? ഔട്ടിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? പാർക്കിലായിരുന്നോ അതോ ബീച്ചിലോ? പോയിട്ട് നന്നായി എൻജോയ് ചെയ്തോ? അത് ചേച്ചിയോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ ചോദിച്ചത് നിന്റെ കാര്യോ? നല്ലൊരു അവസരമാണല്ലോ നിനക്ക് കൈവന്നത്. നീ അത് നന്നായി ആസ്വദിച്ചു എന്ന് എനിക്കറിയാം. ചേച്ചിക്ക് വേണ്ടിയാ ഞാൻ പോയത്, അല്ലാതെ എനിക്ക് സന്തോഷിക്കാനൊന്നുമല്ല. ഓ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത ശ്രീകുട്ടിയെ വെച്ച് ഇനി പലർക്കും പല നാടകങ്ങളും നടത്താമല്ലോ. അവൾ ഒന്നും അറിയാതെ എല്ലാം അവൾക്ക് വേണ്ടിയാണെന്ന് സന്തോഷിച്ചിരുന്നോളും. കവിത ചിന്ത ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ. നിനക്കത് ഭംഗിയായിട്ട് മനസ്സിലാവുകയും ചെയ്തു. നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കാൻ ശ്രീകുട്ടി എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലല്ലേ? അത് പിന്നെ എങ്ങനെയാ? അവൾ ഏർപ്പാടാക്കിയ ഡിക്റ്റേറ്റീവിനെ അവള് പോലും അറിയാതെ ഒതുക്കാനായി വെമ്പൽ കൊള്ളുന്ന വേറെ ആൾക്കാരും ഉണ്ടല്ലോ. നിന്നേക്കാൾ ആവശ്യം അവർ കൂടിയാണല്ലോ. ആ, നിന്ന് വിഷമിക്കണ്ട, പോയിക്കോ. സഞ്ജു അല്ലേ നിന്റെ ഭർത്താവ്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്രയും സങ്കടപ്പെട്ട് ദൈവമേ ഞാൻ മുന്നേ കണ്ടിട്ടേ ഇല്ല. വിശാൽ സാറ് ആശുപത്രിയിലായതിന്റെ സങ്കടാണോ? പേടിക്കാനൊന്നുമില്ല ദൈവമേ. വിശാൽ സാറ് ഇപ്പൊ ആശുപത്രിയിലല്ല, വിപിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയാ ദേവമ്മയ്ക്ക് വിശാൽ സാറിനെ കാണാലോ. എന്നിട്ടും ദേവമ്മ കരയാണല്ലോ. അയാള് വിശാൽ സാറിനെ വെടിവെക്കൊന്ന് പേടിച്ചിട്ടാണോ? പേടിക്കണ്ട ദേവമ്മേ. ഇത്രയും ആപത്തുകളിൽ നിന്നും വിശാൽ സാറിനെ ഞാൻ രക്ഷിച്ചില്ലേ? അതുപോലെ ഈ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും ഇനിയും വിശാൽ സാറിനെ ഞാൻ രക്ഷിക്കും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഉദയന്നൂരമ്മ എനിക്കൊരു വഴി കാണിച്ചു തരും. ദേവമ്മ പേടിക്കണ്ട. വിശാൽ നിന്റെ ഭർത്താവാ. വിശാലിനെ നീ എങ്ങനെയും രക്ഷിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ മോളെ, എന്റെ ഭർത്താവിനെ ആര് രക്ഷിക്കും? ദേവമ്മേ, അദ്ദേഹത്തിന് വലിയൊരു ആപത്ത് വരാൻ പോവാ മോളെ. എല്ലാ കടമകളും തീർത്ത് ദൈവം നിശ്ചയിച്ച ആയുസ്സെത്തും വരെ ഭൂമിയിൽ ജീവിച്ച അദ്ദേഹം എന്റെ അരികിലേക്ക് വരുന്നത് എനിക്ക് സന്തോഷം തന്നെയാ. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. എന്നെ പോലെ ദൈവം നിശ്ചയിച്ച ആയുസ് തീരും മുൻപേ ഈ ഭൂമി വിട്ടു പോകേണ്ടി വരാം. അദ്ദേഹത്തിന്റെ നേർക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കുക. പേടിക്കണ്ട ദേവമ്മേ. എന്റെ അച്ഛൻ പോയതിനു ശേഷം ഞാൻ അത്രയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും അച്ഛ എന്ന് വിളിച്ചത് അദ്ദേഹത്തെയോ? അച്ഛന്റെ നേർക്ക് വരുന്ന ആപത്തുകളുടെയൊക്കെ മുന്നിൽ ഞാൻ പോയി നിൽക്കും. പക്ഷേ മോളെ, നീ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല അത്. ഉദയന്നൂരമ്മ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ദൈവമേ പേടിക്കുന്നത്? എന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് മോള് ദീപം തെളിയിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അതുപോലെ എന്റെ ഭർത്താവിന്റെ ചിത്രത്തിന് മുന്നിലും ദീപം തെളിയിക്കുന്നത് എനിക്ക് കാണേണ്ടി വരരുതെന്ന എന്റെ പ്രാർത്ഥന. ദൈവമയ്ക്ക് ഞാൻ വാക്ക് തരുന്നു. ഉദയന്നൂരമ്മയുടെ സഹായത്തോടെ അച്ഛന്റെ നേർക്ക് വരുന്ന ആപത്തുകളെ തട്ടി നീക്കാൻ എനിക്ക് കഴിയും.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം നീ എന്തിനാ വിശാലിനോട് പറഞ്ഞത്? അവന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? പാർവതിക്ക് ഒരു പ്രശ്നം ഉണ്ടായ അതവളുടെ ഭർത്താവിനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയണ്ടേ? അമ്മ പറഞ്ഞില്ലേ വിശാൽ ബ്രോയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്ന്. പോലീസിനെ വിളിച്ചു വരുത്തുന്നതിന് മുമ്പേ അമ്മ അത് ഓർക്കണമായിരുന്നു. പാർവതി കുഴപ്പത്തിലായ വിശാൽ ബ്രോയുടെ മനസ്സ് വേദനിക്കുമെന്ന്. അപ്പൊ തല്ലിട്ടേണ്ടത് ആർക്കാ? ആർക്കാ? അമ്മയ്ക്ക് തന്നെയാ. തൊട്ടു പോരുതവളെ. പ്രഭാവതി, കയ്യാങ്കളി വേണ്ടെന്ന് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർവതിയോട് നിങ്ങൾ നെറുകേട് കാണിച്ചിട്ട് വിശാലിൽ നിന്ന് അത് മറച്ചു വെച്ചു. അതായിരുന്നില്ലേ നിങ്ങളുടെ ഉദ്ദേശം? വിശാലിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? വിശാലിന്റെ മാത്രമല്ല, ഒരാളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. തുടങ്ങി സാരോപദേശം. കർമ്മഫലം എന്ന് കേട്ടിട്ടില്ലേ? എന്തു കൊടുത്താലും അതേ അളവിൽ തിരിച്ചു കിട്ടും. ഒരിക്കലും ഒന്നിനും അഹങ്കരിക്കരുത് പ്രഭാവതി. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗുരുത്വാകർഷണം. എത്ര ഉയരെ പോയാലും താഴെ വീണിരിക്കും. പാർവതിയോട് ചെയ്ത മഹാപാപത്തിന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഒത്താശ ചെയ്തവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവരും എല്ലാരും അനുഭവിക്കേണ്ടി വരും. നീ പറഞ്ഞത് ശരിയാ. മഹാപാപം ചെയ്തവര് അനുഭവിക്കേണ്ടി വരും. അവരിപ്പോ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ വെച്ച്. വിശാല് നിന്റെ ഭാഗത്ത് നിൽക്കുന്നുള്ള ധൈര്യത്തിലല്ലേ നീ ഈ കളിയൊക്കെ കളിച്ചത്? നീ മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ട്. പെറ്റമ്മ വാക്കു പാലിച്ചില്ലെന്ന് പറഞ്ഞ് ഗായത്രി ചേച്ചിയുടെ ഫോട്ടോയിലേക്ക് പോലും നോക്കാതെ വിശാല് ജീവിച്ചത് 1-2 വർഷമൊന്നുമല്ല, 16 വർഷം. പക്ഷെ ഇപ്പോ ഗായത്രി ചേച്ചിയെ തൊഴുതുകൊണ്ടാ അവന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. പാർവതി അവനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണത്. പാർവതിക്ക് നൊന്താ വിശാല് ചോദിക്കാൻ വരും. പ്രഭാവതി ഒരുങ്ങിയിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ചായ അവിടെ വെച്ചേക്ക്. അതെന്താ സർ? മുമ്പൊക്കെ ചായ കൊണ്ടുവരുമ്പോ സാർ കൈ വാങ്ങുകയാണല്ലോ ചെയ്യാറ്. ദാ സർ, കയ്യിൽ വാങ്ങാ. അവിടെ വെച്ചേക്കാൻ പറഞ്ഞില്ലേ? സർ, സാർ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വന്ദന എന്നൊരു പെണ്ണ് ഇവിടെ വന്നപ്പോ താൻ ചായ കൊണ്ട് വരുമായിരുന്നല്ലോ. അന്ന് എന്റെ കയ്യിൽ ചായ തരുമായിരുന്നില്ല. ചായ എന്ന് പറയുക പോലുമില്ല. താൻ ഇവിടെ ദേഷ്യത്തിൽ അങ്ങ് വെച്ചിട്ട് പോകും. അതുപോലെ തന്നെ ഇപ്പോഴും ചെയ്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ സാർ, സാറിനോട് ആ വന്ദന ടീച്ചർ അല്ല വന്ദന അവർ ഒരുപാട് അടുത്തിടപഴകുന്ന കണ്ടപ്പോ എനിക്ക് വിഷമം വന്നു. വന്ദന എന്നോട് അടുത്തിടപഴകുമ്പോ തനിക്ക് എന്തിനാ ദേഷ്യം വരുന്ന? സാർ,
സാർ എന്റെ സാറല്ലേ? അപ്പോ സാറിനോട് വേറൊരാൾ അടുപ്പം കാണിക്കുമ്പോ എനിക്ക് സങ്കടം വരില്ലേ? അതെന്തിനാ സങ്കടം വരുന്നെന്നാ ചോദിക്കുന്ന? ഇപ്പൊ ശ്രീകൃഷ്ണൻ, തന്റെ ദൈവം ഭഗവാൻ ശ്രീകൃഷ്ണൻ, എത്ര പേരോട് ഒരേ സമയം ഭഗവാനെ പ്രേമിക്കുന്നത്? അയ്യോ, അത് നമ്മൾ കാണുന്ന തരത്തിലുള്ള പ്രണയം അല്ല സാർ. സാർ, എന്തായാലും അതൊക്കെ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് തന്നെയാ. ശ്യാമേ, എടോ എന്താണോ ഇങ്ങനെ? എടോ ഞാൻ തമാശ കാണിച്ചല്ലേ, കരയില്ലേ ശ്യാമേ? ഞാൻ എത്ര സ്നേഹത്തോടു കൂടി അത് കരയില്ലേ ശ്യാമേ? പുറത്താരെയും കേൾക്കും, കയറി വരും, കരയാതിരിക്കെ ശ്യാമേ. കരയില്ലേ ശ്യാമേ? പ്ലീസ് പ്ലീസ് പ്ലീസ്, കരയില്ലേ ശ്യാമേ? കരയില്ലേ ശ്യാമേ? വേണം, ഞാനല്ലേ തന്നെ കരയിച്ചത്, ഞാൻ തന്നെ തുടങ്ങണം. ഞാൻ തുടച്ചോളാം. ഒന്ന് തമ്മിൽ തല്ലി പിരിഞ്ഞെങ്കിൽ. ഓ, എന്നാലും എന്റെ വിരലുകൾ തന്റെ ദേഹത്ത് തൊടാൻ പാടില്ല അല്ലേ? അതല്ല സർ. സത്യത്തിൽ വന്ദനയോട് ഞാൻ സംസാരിക്കുമ്പോ താൻ ദേഷ്യം കാണിച്ച് കുത്തുവാക്കുകൾ പറയുന്നതും പരിഭ്രമിക്കുന്നതും തന്നെ ഞാൻ ആസ്വദിക്കായിരുന്നോ സത്യത്തില്? എന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ താൻ ശ്രമിക്കുമ്പോ മനസ്സറിഞ്ഞ് സന്തോഷത്തോടെയാ ഞാനതൊക്കെ കണ്ടിരുന്ന. സത്യമായിട്ടും പറയാ, എനിക്കതൊരു ത്രില്ലായിരുന്നു. ഇപ്പൊ ദേ ചായ കൊണ്ടുവന്നപ്പോ വന്ദനയുടെ പേരെടുത്തിട്ടത് എനിക്ക് വേണ്ടി താൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാ. ഇനി എത്ര ജന്മം ജനിച്ചാലും ആ ജന്മങ്ങളിലൊക്കെ എനിക്ക് പറയാൻ ഒരു പേരേ ഉള്ളൂ, അഖിൽ സാർ. എന്റെ മനസ്സ് മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ട അഖിൽ സാർ. ആ സാറിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ഒക്കെ സങ്കല്പമായിരിക്കും. ദൈവം എന്ന് പേരിട്ട് ഓരോ കല്ലിനെയൊക്കെ ആയിരിക്കും പൂജിക്കുന്നത്. പക്ഷേ ഞാനൊന്ന് മനസ്സിലാക്കി, ഇനി അഥവാ കല്ലാണെങ്കിലും ആ കല്ലിനെ ദൈവമെന്ന് വിശ്വസിച്ച് ആ കല്ലിലേക്ക് ഹൃദയം സമർപ്പിച്ച ആ കല്ലും ദൈവമായി മാറും. അതെ ജഗൻ സർ, പൂജിച്ച് പൂജിച്ച് ശ്യാമ അവളുടെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചിരിക്കുക. അവൾക്ക് വേണ്ടി ആ ദൈവം കൂടെ ഉണ്ടാവും. കുഞ്ഞുനാൾ മുതൽ, അല്ല ജനിച്ച നാൾ മുതൽ ആ ദൈവം അവൾക്ക് കൂട്ടായിട്ടുണ്ട്. ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ശ്യാമയെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. സർ, ജി കേരളത്തിലെ പുതിയ സീരിയലിന്റെ പ്രമോ. മായാമയൂരം. സർ, നമുക്കിത് കൃത്യമായിട്ട് കാണണം. കാണാലോ, ഒരുമിച്ച് തന്നെ കാണണം. പക്ഷേ ദേ, ഈ പഠിത്തം താൻ മുന്നോട്ട് കൊണ്ടുപോകണം. അതൊക്കെ ഞാൻ ഏറ്റു. എനിക്ക് ഇടയ്ക്ക് ചില ടെൻഷനൊക്കെ വരുന്നൊന്നും സാറ് കാര്യാക്കണ്ട. എന്തായാലും ശരി, ഇപ്പോ പഠിക്കാനൊരു ആഗ്രഹമൊക്കെ തോന്നുക. കൂട്ടും ഞാൻ. എത്ര ദൈവങ്ങൾ കാവലുണ്ടെങ്കിലും ശരി, ആ ശ്യാമയും അഖിലിനെയും ഞാൻ പൂട്ടും. ഞാൻ പറയുന്നത് ആ അരുന്ധതിയെ വേണം മുന്നിൽ നിർത്താൻ. ലോകത്ത് മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം നമ്മുടെ കയ്യിലില്ലേ? വിസ്മയ്ക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്നുള്ളത്. എന്റെ മോള് ചുണ്ടനക്കുന്നതിനനുസരിച്ച് ഗ്രീൻ റൂമിലിരുന്ന് പാടുന്ന യഥാർത്ഥ ഗായികൻ നീയാണെന്നറിഞ്ഞാൽ ആ നിമിഷം ഞങ്ങളെ ആളുകൾ കല്ലെറിഞ്ഞ് ഓടിക്കും.
നമുക്ക് രഹസ്യം വെച്ച് ഒരു പദ്ധതി തയ്യാറാക്കാം. അതൊക്കെ അവസാന കൈയായിട്ട് മതി. വിസ്മയ്ക്ക് വേണ്ടി പാടുന്ന ആളിനെ ഇപ്പോഴും ലോകം അറിയില്ല. ഇനി നമ്മളായിട്ട് അറിയിച്ച ശ്യാമ ആ രീതിയിൽ അങ്ങ് വലിയ ആളാവും. പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഈ രഹസ്യം ആരും അറിയരുത്, ഐശ്വര്യ പോലും. ഐശ്വര്യോ, വാ. കുടിക്കാൻ എന്താ വേണ്ടേ? സത്യം പറയാം, കുറച്ച് പോയ്സൺ, വിഷം, അത് എനിക്കിപ്പോ ആവശ്യം. അതങ്ങ് കുടിച്ച് സന്തോഷത്തോടെ ഞാനങ്ങ് തീരും. ആ വന്ദന, അവൾ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. അവസാനം എന്തേ അവള് വല്ല ഉപദേശമായിട്ട് ഡയലോഗ് അടിച്ചിട്ട് പോയി. അവൾ എന്നെ കാണാൻ വന്നിരുന്നു. ജഗനങ്ങളെ കാണാൻ വന്നിരുന്നോ? എന്നിട്ട് അവളെ കൊന്നോ ഇല്ലയോ അത് പറ. ശ്യാമയ്ക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് അവളങ്ങ് പോയെന്ന്. അനുഗ്രഹം മാങ്ങാ തൊലി. ജഗനങ്ങളെ, ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവാൻ പറ്റാതെ വന്ന അടുത്ത നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മണ്ണിനെയും കുടുംബത്തെയും ഞാൻ ഉള്ളിടത്തോളം കാലം ആർക്കും തകർക്കാൻ പറ്റില്ല. തന്റെ 3 അനിയത്തിമാർക്കും അച്ഛനും മാത്രമല്ല, തൃപ്പങ്ങോട്ട് ദേശത്തിനും ദേശക്കാർക്കും വരെ അന്തസ്സും അഭിമാനവുമായിരുന്നു സുഭദ്ര എന്ന ആ പെൺകുട്ടി. ഇന്നത്തേക്ക് മതി. തയ്യാറായിക്കോളൂ, ക്ഷേത്രത്തിൽ പോകാൻ സമയമായി. വാസുദേവൻ അദ്ദേഹം ഭഗവാനെ ദർശിക്കാൻ ഇറങ്ങും മുമ്പ് അദ്ദേഹത്തിന്റെ ദർശനം കിട്ടാൻ ചിലരൊക്കെ എന്നും കാത്തു നിൽക്കാറുണ്ടായിരുന്നു, ദേശവാസികൾ തന്നെ. എന്താ ചന്ദ്രമോഹന, നമ്മുടെ മാരിയപ്പനും മാറ്റം വല്ലതുമുണ്ടോ? വലിയ മാറ്റമൊന്നുമില്ല. വാസുവേട്ടൻ കഴിഞ്ഞ തവണ ഉപദേശിച്ചതൊക്കെ കുടം കമഴ്ത്തി വെള്ളമൊഴിച്ചതുപോലായി. ഞാനും കുറെ പറഞ്ഞു നോക്കിയതാ, ഒരു തല്ലിന്റെ കുറവ് ഇപ്പോഴും ബാക്കിയുണ്ട്. അതാ അവനെയും ഭാര്യയും വിളിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്താ മാരിയപ്പ നീ ചെയ്യുന്നത്? ഈ ചന്ദ്രമോഹൻ എന്റെ സുഹൃത്താണ്, നിന്റെ അയൽക്കാരൻ.
അവിടെ കിടന്ന് ശല്യം ചെയ്യാതെ മാനം മര്യാദയായി കുടുംബം നോക്കി ജീവിക്കാൻ പറഞ്ഞാ നീ അനുസരിക്കില്ലല്ലേ? അത് വന്ന് இந்த ആൾ പെരിയ കെട്ടിക്കാരന്താ വൃത്തികെട്ടവനെ. അയ്യോ, നിന്നെ ഇന്ന് ഞാൻ അയ്യോ വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റും കുറ്റവും ചെയ്യുന്നവന്റെ മേൽ ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാത്ത ഒരു വേട്ടമൃഗം. നീ മോഷ്ടിക്കാനും രക്ഷപ്പെടാനും ശ്രമിച്ചത് കോട്ടയ്ക്കൽ വംശത്തിന്റെയും തറവാടിന്റെയും സ്വത്തും കൊണ്ടാ. കോട്ടയ്ക്കൽ ഭവാനിയുടെ മകൻ ഈ മേഘനാഥൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ കോട്ടയ്ക്കൽ തറവാടിന്റെ അന്തസ് തകർക്കുന്ന ഒന്നും ഞാൻ അനുവദിക്കില്ല. ഒന്നും. എണീക്കടാ. വേലയ്യ, തൽക്കാലം ഇവനെ പുകമുറിയിലിട്ട് പൂട്ടിയേക്ക്. ഇവിടെ ഒരു മംഗളകാര്യം നടക്കുകയല്ലേ. അത് കഴിഞ്ഞിട്ട് അമ്മ തീരുമാനിച്ചോളും ഇവന് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന്. നടക്കണം. ശ്യാമളേച്ചി, അച്ഛൻ ഇപ്പൊ അത്താഴത്തിനെത്തുമല്ലോ. ഈ കുട്ടികൾ എവിടെ പോയി കിടക്കുന്നു? കാണുന്നതേയില്ല. മൂന്നാളും അവിടെ സങ്കടപ്പെട്ടിരിക്കുക. ഞാൻ വിളിച്ചപ്പോ അത്താഴം വേണ്ടാന്ന് പറഞ്ഞു. സങ്കടപ്പെടാനോ? അതെന്താ കാര്യം? കല്യാണം കഴിഞ്ഞാൽ ചേച്ചി അവർക്ക് നഷ്ടപ്പെടുവോ എന്ന പേടി. അതാണ് സങ്കടവും. ഓഹോ, അത് ശരി. എന്നാൽ അത് മാറ്റിക്കളയാം. എവിടെ അവര്? ദേ അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സംശയമൊക്കെ വെറുതെ ആണെന്നാ. കല്യാണം കഴിഞ്ഞാലും സുഭദ്ര ചേച്ചിക്ക് നമ്മളെയൊക്കെ വിട്ട് മാറി നിൽക്കാൻ പറ്റോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് തിന്നിന്റെ ബാക്കിയല്ലേ? അതെ കുഞ്ഞമ്മേ, ഇവരെല്ലാവരും കൂടി കുഞ്ഞമ്മയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞ എന്നെ ചട്ടം കെട്ടി നിൽക്കുക. അല്ല, അത് വേറൊന്നുമല്ല, നമ്മുടെ തറവാട് ആശ്രമത്തിന് എഴുതി കൊടുക്കുന്ന കാര്യം ഒന്നുകൂടെ പുനഃപരിശോധിച്ചു കൂടെ എന്നാണ് ഇവരുടെ ചോദ്യം. എന്റെ അല്ലേ ഇവരുടെയാണ്.
ഉറപ്പിച്ച് പറ. എന്നാ പിന്നെ പരിശോധിക്കാം. തറവാട് ആശ്രമത്തിന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാം നമുക്ക്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനാ? ആ സാറാമെന്ന് പറഞ്ഞോളില്ലേ, അവളെ ഈ തറവാട്ടിന്ന് അടിച്ചിറക്കണം. ഇറക്കിയപ്പോ അടിക്കണം. അടിച്ചെന്നെ ഇറക്കണം. അത് ശരി. സാറാമ്മ ഇവിടുന്ന് അടിച്ചിറക്കാന്ന് ആരും വിചാരിക്കണ്ട. ഇതപ്പോ വന്ന് ചില നെറികെട്ട രാഷ്ട്രീയ കളികൾ കളിക്കുന്ന രാഷ്ട്രീയക്കാര് പോലും ഇമാതിരി ഒത്തുതീർപ്പ് ഫോർമുല മുന്നോട്ട് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കണ്ടോ, ഇതാണ് രാധാലക്ഷ്മിയുടെ ഒത്തുതീർപ്പ് ഫോർമുല. കുഞ്ഞമ്മേ, ഏതൊരു ഒത്തുതീർപ്പിന് 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ മാത്രം ഓരോ ഓപ്ഷൻ കൊടുക്കുന്ന ഭയങ്കര ജനാധിപത്യ വിരുദ്ധമാണ് കേട്ടോ. അതെ, ഞാൻ ജയിലിൽ നിന്നാ വരണത്. എന്റെ അടുത്തുനിന്ന് ഇത്രയൊക്കെ ജനാധിപത്യം പ്രതീക്ഷിച്ചാ മതി. ഷാഹിന, ഇവളോട് ഇറങ്ങി പോവാൻ പറ. ഏത് നിമിഷവും ജയിലിലേക്ക് പോകാൻ നിൽക്കുന്ന നിങ്ങളാണോ എന്നോട് ഇറങ്ങി പോകാൻ പറയുന്നത്? അതെ, ജയിലെന്ന് പറഞ്ഞ കുഞ്ഞമ്മേനാണ് പേടിപ്പിക്കുന്നത്. കുഞ്ഞമ്മക്ക് ജയിലെന്ന് പറഞ്ഞ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ. ഞാൻ പറയട്ടെ, പുറത്ത് ബോറടിച്ച് കഴിയുമ്പോ ഒരു റിലാക്സേഷന് വേണ്ടിട്ടാണ് ജയിലിലേക്ക് കയറണത്. ആ ആളെ പേടിപ്പിക്കാൻ നോക്കണത്. അതിന് ഇവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് അറിയോ ശരിക്കും ഞാൻ ആരാന്ന്? എന്റെ കോണ്ടാക്ട് ലിസ്റ്റും എന്റെ കണക്ഷൻസും എന്താന്ന് ഇവർക്ക് അറിയോ? അതാണ്. അതെ കുഞ്ഞമ്മ, ഞങ്ങളുടെ സാറാമ്മനെ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കണ്ട. ഇവർക്ക് അങ്ങ് ഡൽഹിയിൽ ഇവർക്ക് പിടിപാട്. ഡൽഹിയിൽ പിടിയുള്ള പ്രതാപേന്ദ്രനല്ലേ? അല്ല, സാറാമ്മയ്ക്കും പിടിപാട് ഉണ്ടാവും. എന്റെ മരതകം, അതൊക്കെ എന്തിനാ ഇവരോട് പറയുന്നത്? ജയിൽ പുള്ളി, സർക്കാർ നിങ്ങൾക്ക് പരോളും തന്ന് നാട്ടിലോട്ട് ഇറക്കി വിട്ടേക്കുന്നതേ വീട്ടുകാർക്ക് നേരെ ഗുണ്ടായിസം കാണിക്കാനല്ല. അത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. എടി സാറാമേ, നിനക്ക് ജയിലിൽ പോയിട്ട് പരോളിൽ ഇറങ്ങി വന്ന ഒരു രാധാലക്ഷ്മിനെ അറിയുള്ളൂ. അതൊക്കെ മുന്നൊരു രാധാലക്ഷ്മി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്നേ ചെറിയൊരു പഠനം നടത്തിയ നിങ്ങൾക്കൊക്കെ കൊള്ളാം. എന്തായാലും ഈ തറവാട്ടിൽ നിന്ന് നിങ്ങളെ ഓരോത്തിനെ അടിച്ചിറക്കിയിട്ടേ രാധാലക്ഷ്മി ഇവിടുന്ന് പോവുള്ളൂ. മനസ്സിലായല്ലോ? അയ്യോ, ദേഷ്യപ്പെട്ട് ചപ്പാത്തി കൊണ്ടക്കളല്ലേ? ആര് ചപ്പാത്തി കളയുന്നു? അവിടെ പോയിരുന്നു കഴിക്കാനാ. കണ്ടാ, നിങ്ങൾ കാരണം കുഞ്ഞമ്മ ചപ്പാത്തി കഴിക്കാതെ പോയതുണ്ടോ? പിന്നെ ആ ഡയലോഗിനിടെ 8 ചപ്പാത്തി അവർ തിന്നേ. 8 അല്ലടി 9 കഴിച്ച്. ശരിയാ. അമ്മായി, വെറുതെ കുഞ്ഞമ്മേണ്ട് ഉടക്കാൻ നിൽക്കണ്ട. എനിക്ക് കുഞ്ഞമ്മേനെ ശരിക്കറിയാം. ഉടക്കി കഴിഞ്ഞാൽ ഭിത്തിയിൽ ഒട്ടിച്ചു കളയും. ഓ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്രദ്ധിച്ചാ അമ്മായി കൊള്ളാം. എന്തായാലും ഞാൻ അപ്പുറത്തിട്ടല്ലേ, അല്ലെ കുഞ്ഞമ്മ ഓടിങ്ങ് വരും വഴക്കിടാനായിട്ട്. ഇത് ഞാൻ എടുക്കുവാണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.